السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹജത്തു ഖുലൂബിൽ അബ്റാർ വ ഖുറത്തു ഉയൂനിൽ അഖിയാർ എന്ന് പറയുന്ന കിതാബിലുള്ള ഹദീസാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അഞ്ചാമത്തെ ഹദീസാണ് ഈ പുസ്തകത്തിൽ, ഈ കിതാബിൽ അദ്ദേഹം പറഞ്ഞ അഞ്ചാമത്തെ ഹദീസാണിത്. അൻ സുഫിയാൻ ബിൻ അബ്ദില്ലാഹി അസ്സഖഫി റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക് ഖാല ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. മഹാനായ ആ സഹാബി സുഫിയാൻ ബിൻ അബ്ദുല്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പൂർത്തീകരണവും യഥാർത്ഥ ഒരു മുസ്ലിം ഒരാൾ ആവണമെങ്കിൽ അവൻ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് മൊത്തത്തിൽ ആ കാര്യം എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരികയെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഖുൽ ലീ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ രാഗത്തുക, യഥാർത്ഥ ഒരു മുസ്ലിം ഒരു വ്യക്തിയാകാൻ അവൻ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത്. ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. നിങ്ങളോട് ഞാനിത് ചോദിച്ച് നിങ്ങളിൽ നിന്ന് എനിക്കതിനൊരു മറുപടി ലഭിച്ചതിൻ്റെ ശേഷം പിന്നെ ആ കാര്യം എനിക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യം ഇല്ലാത്ത നിലക്ക് ഇസ്ലാമിൻ്റെ രാഗത്തുക, യഥാർത്ഥ ഒരു മുസ്ലിം ഒരാളാവാൻ അവൻ്റെ അടുത്ത് ഉണ്ടാകേണ്ടുന്ന അമലുകൾ, പ്രവൃത്തികൾ, അതൊന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ കാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞത്, ഖുൽ ആമൻതു ബില്ലാ, ഖുൽ ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നാവ് കൊണ്ട് മാത്രം പറഞ്ഞു ഹൃദയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ അതിന് യാതൊരു പ്രസക്തിയില്ല, അതിന് കാപഢ്യം എന്നവർ നമ്മുടെ മനസ്സിലില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ വാക്കും പ്രവൃത്തികളും തമ്മിൽ വൈരുദ്ധ്യമാണെങ്കിൽ അത് കള്ളമാണ്, അതിന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു പരിഗണനയും അംഗീകാരമില്ല. അപ്പോൾ നാവ് കൊണ്ടത് പറയാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിൻ്റെ ആ വചനം, ആ പറയുന്ന ഈമാനിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ അത് പ്രത്യക്ഷത്തിൽ പറയാൻ തയ്യാറാകുക. അപ്പോഴേ നമുക്കൊരാൾ അവൻ മുസ്ലിമാണ് എന്ന് അംഗീകരിക്കാൻ കഴിയുള്ളൂ, നമുക്കറിയുള്ളൂ. ഒരാൾ പറയാം എൻ്റെ വിശ്വാസം തഖ്വയും ഈമാനൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറയൂല, മുഅ്മിന എന്ന് ഞാൻ പറയൂല, നമുക്ക് അവനെ മുഅ്മിനായിട്ട് അംഗീകരിക്കാൻ കഴിയൂല. മറ്റുള്ള മുസ്ലിമീങ്ങൾ അവനെ മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് പരിഗണിക്കൂല. അപ്പോൾ അത് പറയണം. ആ പറയുന്നതിനോട് യോജിച്ച ശരിയായ നിഷ്കളങ്കമായ സത്യസന്ധമായ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഖുൽ ആമൻതു ബില്ലാ, അഥവാ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന, അവൻ അനുഷ്ഠിക്കേണ്ടുന്ന, അവൻ്റെ ആദർശമായി അവൻ അംഗീകരിക്കേണ്ടുന്ന വിശ്വാസം നിനക്കുണ്ടാവണം. സുമ്മസ്തഖിം, പിന്നെ ആ ആദർശത്തിൽ നേരായി ചൊവ്വായി ഇടവും വലവും തിരിയാതെ നീ മുന്നേറുകയും വേണം. ഇടവും വലവും തിരിയാതെ മുന്നേറുകയും വേണം. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. നമുക്ക് വളരെ അതിൻ്റെ മഹത്വം, അതിൻ്റെ ബഹുമാനം നമുക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. നാം ഓരോരുത്തരും നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഈ ഇസ്തിഖാമത്തിനെ കുറിച്ചാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ സ്ട്രൈറ്റായ ഇടത്തുക്കും വലത്തുക്കും തിരിയാതെ ട്രാക്ക് മാറാത്ത ശരിയായ ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. 5 നേരം നിസ്കാരത്തിൽ, ഫർദ് നിസ്കാരങ്ങളിൽ നിർബന്ധമായിട്ടും മറ്റു സുന്നത്തായ നിസ്കാരങ്ങളിൽ കൂടിയും ഒരു മനുഷ്യൻ സദാസമയത്ത് പല പ്രാവശ്യം രാപ്പകലുകളിലായി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കപ്പെട്ട, കൽപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇസ്തിഖാമത്ത് എന്ന് പറയും. നേരായ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീമിൽ ഒരാൾ ജീവിക്കുക. വിശ്വാസപരമായ കാര്യങ്ങളിൽ അവൻ സിറാത്തുൽ മുസ്തഖീമിലാണ്, ശരിയായ വിശ്വാസങ്ങളാണ്, തൗഹീദാണ്, സുന്നത്തിനോട് യോജിച്ച നിലക്കുള്ള പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ,
അള്ളാഹുവിലാണെങ്കിൽ, മലക്കുകളിലാണെങ്കിൽ, പ്രവാചകരിലാണെങ്കിൽ നിർബന്ധമായ ഈമാനിൻ്റെ അർക്കാനുകൾ, അതേപോലെ തന്നെ ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസമായി സ്വീകരിക്കേണ്ടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിൽ കൂടി നമ്മുടെ ഈ മർക്കസിൽ വെച്ച് തന്നെ, ഈ സദസ്സുകളിൽ വെച്ച് തന്നെ നമ്മൾ പലപ്പോഴും പറയുകയും കേൾക്കുകയും പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത അഖീദത്തുൽ വാസിത്തിയ്യ, അഖീദത്തുൽ ത്വഹാവിയ്യ പോലത്തെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ആദർശപരമായി സ്വീകരിക്കേണ്ടത്, അത് ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ, ശരിയായ ആ മൻഹജിൽ ഒരാൾ മുന്നേറുക. അങ്ങനെ അവൻ്റെ വിശ്വാസ കാര്യങ്ങൾ ശരിയാക്കുന്നതിനോടുകൂടെ അമലും സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ അമലുകളിൽ മുന്നേറും ചെയ്യുക. സുമ്മസ്തഖീം, ഏതുവരെ? വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ, ഈ ലോകത്തിൽ ഇത് മരിച്ചു പിരിയുന്നത് വരെ ശരിയായ വിശ്വാസം, ശരിയായ അമലുകൾ, അതിൽ മുന്നേറുക. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും അനിവാര്യമാണ്, നിർബന്ധമാണ്. വിശ്വാസത്തിൻ്റെ കാര്യം അത് വളരെ കുറ്റമറ്റതാണ് എന്ന് ഉറപ്പുവരുത്തന്നെ വേണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് പല ആളുകളും അമലുകളും ഇബാദത്തുകൾ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. പക്ഷേ യഥാർത്ഥ ഒരു മുസ്ലിമിൻ്റെ, യഥാർത്ഥ ഒരു സലഫിയുടെ, ഒരു സുന്നിയുടെ, പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും സ്വീകരിച്ചതുപോലത്തെ, വെച്ച് പുലർത്തിയതുപോലത്തെ വിശ്വാസം പലർക്കും ഉണ്ടാകും, അറിയുന്നുണ്ടാകും. അവരത് കേട്ടിട്ട് തന്നെ ഉണ്ടാകില്ല. അങ്ങനത്തെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യപ്പെടുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടേ ഉണ്ടാകും. ദീന് എന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ അത് കേട്ട് പഠിച്ചത് വലിയ സ്റ്റേജുകളുണ്ടാക്കി, കുറേ ആൾക്കൂട്ടങ്ങൾ വന്ന് 1-2 മണിക്കൂർ സമയത്ത് ഒരുപാട് വലിയ ശബ്ദത്തിൽ ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ട് പോയി. ഖലാസ്, ദീനായി, ദഅവത്തായി, ഇസ്ലാമായി എന്നുള്ളൊരു തോന്നലാണ്. സത്യത്തിൽ ഒരിക്കലുമല്ലത് ദീൻ. അതിൻ്റെ രീതി അങ്ങനെ അല്ലെന്നെ. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് തെറ്റാന്നല്ല. അങ്ങനത്തെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പരസ്യമായി ആളുകളുടെ മുന്നിൽ ഇതുപോലത്തെ നിലക്ക് പറയണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ദീന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസം, അത് ഇതുപോലത്തെ സദസ്സുകളിലിരുന്ന്, അത് പല സദസ്സുകളിൽ പങ്കെടുത്ത് കേട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിൽ ഉറപ്പാക്കേണ്ട കാര്യം. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ആമന്തു ബില്ലാ എന്ന് പറഞ്ഞാൽ, ആമന്തു ബില്ലാ. ശരിയായ നിലക്ക് തെളിവുകളും രേഖകളും വിശദീകരണങ്ങളും പണ്ഡിതന്മാരുടെ സദസ്സുകൾ ഇരുന്ന് കേട്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. കെട്ടി ഭദ്രമാക്കി അത് വെക്കുമാണ്. അതിനളക്കം തട്ടാൻ പാടില്ല. അതിന് കൺഫ്യൂഷനോ അതിൽ സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ വരാൻ ഇടവരുത്തും ചെയ്യരുത്. ആ പറയുന്ന വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തും അവരൊക്കെ അമലാക്കിയതുപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമലുമാണ്. സുമ്മസ്തഖിം, ആ ശരിയായ ചൊവ്വായ മാർഗത്തിൽ മുന്നേറുക. മരിക്കുന്നത് വരെ ഒരാൾ അങ്ങനെ പോയാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിലാണ്, അവൻ യഥാർത്ഥ ഒരു മുസ്ലിമാണ്, അവൻ്റെ ഇസ്ലാമിൻ്റെ ഒരു പൂർണ്ണതയോടെ അവൻ മുന്നേറുന്ന ആളുമാണ്. അള്ളാഹു അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകാനും അതിലേക്ക് എത്തിച്ചേരാൻ ഒരു മനുഷ്യൻ എത്രത്തോളം അവൻ താല്പര്യവും ലക്ഷ്യവും ശ്രമവും ഉണ്ടാവണമെന്ന് ഉണർത്താനും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമുക്കെല്ലാവർക്കും ഒരേ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഫാത്തിഹ. ആ ഫാത്തിഹയിൽ ഈ പറയുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ലക്ഷ്യം, ആ ഉദ്ദേശം, ആ ആവശ്യം അള്ളാഹുവിനോട് തേടുന്നതിൻ്റെ മുമ്പ് ഒരുപാട് താഴ്മയോടെ വിനയത്തോടെ അള്ളാഹുവിൻ്റെ അസ്മാകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിലേക്ക് മുന്നിടാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അതിന് അള്ളാഹുവേ നിന്റെ സഹായം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളതിന് നിസ്സഹായരാണ്, തടസ്സങ്ങൾ ഒരുപാടുണ്ട്, നിന്നോട് മാത്രം സഹായത്തെ തേടുന്നു. എന്താ എന്നിട്ടാ ഈ അടിമ ഇതൊക്കെ പറയുന്ന അടിമൻ്റെ ആവശ്യം എന്താ അള്ളാഹുവിനോട് പറയാൻ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇസ്തിഖാമത്ത് വേണം. അള്ളാഹു മറ്റൊരുപാട് ആയാത്തുകളിൽ കൂടെ ഇസ്തിഖാമത്തിനെ കുറിച്ച് പറഞ്ഞത് ഖുർആനിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. ഫസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞു റസൂലിനോട് ഒരിക്കൽ അള്ളാഹു. സൂറത്ത് ഹൂദിലുള്ള ഒരു ആയത്താണ്. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശങ്ങളും എങ്ങനെയാണോ അതേപോലെ മുസ്തഖീമായി ജീവിക്കണം എന്ന്. മുസ്തഖീമായി ജീവിക്കണം, ഇടത്തുക്കും വലത്തുക്കും തെറ്റാൻ പാടില്ല, വ്യതിചരിക്കാൻ പാടില്ല, ശരിയായ ട്രാക്കിൽ നിന്ന് മാറാതെ
മുന്നോട്ട് പോകണം. വമൻ താപമാക്ക, നിങ്ങളോടുകൂടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വന്ന മുഅ്മിനീങ്ങളും നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ് ഈ സംഭവം. ഇബ്നു അബ്ബാസ് പറയാണ്, ഇത്ര ഗൗരവമുള്ള ഒരു കൽപ്പന അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയിട്ടേയില്ല. ഫസ്തഖിം കമാ ഉമിർ, ട്രാക്ക് മാറരുത്, ഇടത്തുക്കോ വലത്തുക്കോ തെറ്റാതെ അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ് കണിശമായി അത് പാലിച്ചുകൊണ്ട് മുന്നേറണം എന്ന് പറഞ്ഞ ഇത്തര ഗൗരവമുള്ള ഒരു അധ്യാപനം, ഒരു നിയമം അള്ളാഹുവിൽ നിന്ന് പ്രവാചകനുണ്ടായിട്ടില്ല. അത്ര വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയായിരുന്നു ഈ പറഞ്ഞത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, വിശ്വാസം അവർ ശരിയാക്കി. അങ്ങനെ പിന്നെ ആ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ അങ്ങനത്തെ മുഅ്മിനീങ്ങൾ വിശ്വസിച്ച ആളുകൾ നിർവഹിക്കേണ്ടുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് നേരായി ചൊവ്വായി അവർ മുന്നേറുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ തുടരെ തുടരെ ഇറങ്ങി വരും. അവരുടെ റൂഹ് പിടിച്ച് ഈ ലോകത്തിൽ നിന്ന് അവർ പരലോകത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ യാത്രയിൽ അവർക്ക് സഹായകരമായി അവരെ സമാധാനിപ്പിച്ച് അവരാദരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ തുടരെ തുടരെ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക. എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു. വലിയ ദീർഘിച്ച യാത്രയാണ് മുന്നിലുള്ളത്. ഈ ലോകത്ത് നിന്ന് എണ്ണപ്പെട്ട് വളരെ കുറഞ്ഞ സമയമേ നമുക്ക് ഈ ലോകത്തുള്ളൂ. ഓരോ മനുഷ്യന്മാർക്കും ഈ ലോകത്തിൽ വളരെ കുറഞ്ഞ 100 കൊല്ലം വരെ ജീവിച്ചു, 100 വയസ്സായി. ആളുകളെ കാഴ്ചയിൽ അത് വലിയ അത്ഭുതമുള്ള ഒരുപാട് കിട്ടിയതുപോലെ ഈ 100 ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം പിന്നെ കോടികളാണ്. കാലാകാലം ആ മനുഷ്യൻ്റെ ജീവിതം തുടക്കമാണ്. അപ്പം അതിൽ ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനുഷ്യന് സ്വാഭാവികമായിട്ടും അവന് പേടിപ്പെടുത്തുന്ന ചിന്തകളും തോന്നലും. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട വരാൻ പോകുന്ന യാത്രയിലൊന്നും. വലാ തഹ്സനു, ഈ ലോകത്ത് നിങ്ങൾ ഇട്ടേച്ചു പോയ കുടുംബങ്ങളുടെ കാര്യത്തിലോ സമ്പത്തിൻ്റെ കാര്യത്തിലോ നഷ്ടപ്പെട്ടതിൻ്റെ കാര്യത്തിലോ ഈ ദുന്യാവ് പോയി എന്നുള്ളത് ഒരു വ്യസനം നിങ്ങൾ വിചാരിക്കും വേണ്ട. നിങ്ങൾ നേടിയെടുത്ത ആളുകളാണ്. പക്ഷേ ഉപാധി എന്താ? ഷർത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുന ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖീം, ഞാൻ വിശ്വസിച്ചു. എല്ലാവരും വിശ്വസിച്ചു എന്ന് പറയുന്ന മുഅ്മിനീൻ എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാരാ? ഈ സത്യവിശ്വാസികളെ എന്നിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാരാ? സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത് ഒരാൾ സത്യവിശ്വാസിയാവണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ പണ്ഡിതന്മാർ എഴുതി വെച്ചത് നമ്മളിവിടെ വെച്ചൊക്കെ പലതും പറഞ്ഞിരുന്നു. അതിലാറ് ഗ്രന്ഥങ്ങളും അതിലാറ് അധ്യാപനങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ആകത്തുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരു ആധികാരികത, ആ പുസ്തകം ഒരാൾ ശരിക്കൊന്ന് പഠിച്ചു കേട്ടാൽ ഏകദേശം ആ വ്യക്തിക്ക് കിട്ടും. അതേപോലെ തന്നെ അൽ അഖീദത്തു തഹാവിയ്യ, അബൂ ജഅഫർ തഹാവി എന്ന് പറയുന്ന മിസ്റിൽ ജീവിച്ചിരുന്ന ഹിജറയുടെ ആദ്യ കാലഘട്ടത്തിൽ 1200 ആ വർഷക്കാലത്ത് ജീവിച്ച മനുഷ്യൻ, ഒരു യഥാർത്ഥ മുസ്ലിം അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് അവൻ പുലർത്തേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് അവൻ്റെ ആദർശമായി സ്വീകരിക്കേണ്ടത് എന്ന് ആ മനുഷ്യൻ എഴുതി വച്ചിട്ടുണ്ട്. സൗദി അറേബ്യ പോലത്തെ നാടുകളിലും അല്ലാത്ത അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇന്നും അവരുടെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലത്തെ സദസ്സുകളിൽ അത് വിശദമായി കീറിമുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ പറയുന്ന വിശ്വാസങ്ങൾ അത് പഠിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അപ്പോഴേ ഖുൽ ആമന്തു എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞ് ഞാൻ മുഅ്മിനായി എന്നുള്ള മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഒരാൾക്ക് ആകാൻ കഴിയുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. ആ റബ്ബിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അവൻ നമ്മോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞ ആദർശങ്ങളും അത് ഒരാൾ കൃത്യമായി പറഞ്ഞു, അത് വിശ്വസിച്ചു. സുമ്മ ഇസ്തഖാമു, അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ വ്യതിചലനമില്ലാതെ ശരിയായ ആ മാർഗത്തിൽ വഴിയിൽ ഒരാൾ സഞ്ചരിക്കും ചെയ്താൽ അവർ മരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവർക്ക് അതുകൊണ്ടുണ്ടായിരുന്ന നേട്ടങ്ങളും ഗുണങ്ങളും അവർക്ക് അനുഭവപ്പെടും. മലക്കുകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിരന്തരം തുടരെയായി ഇറങ്ങി വരും. ഇത്ര ബഹുമാന ആദരവുള്ള ഒരു റൂഹിനെ അള്ളാഹുവിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകാൻ സ്വീകരിക്കാനുള്ള മലക്കുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മലക്കുകൾ ഇറങ്ങി വന്ന് ഒരു പേടിയും പേടിക്കണ്ട.
ദുനിയാവിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിലൊരു വ്യസനവും നിങ്ങൾ വെച്ച് പുലർത്തുകയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് അത് ലഭിക്കാനിരിക്കുന്നു, സന്തോഷിച്ചോളിയും. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഉപാധിയാണ്. അള്ളാഹു വെച്ചതും അത് തന്നെ, റസൂല് വെച്ചതും അതാണ്. ആമൻതു ബില്ലാഹി സുമ്മസ്തഖീം. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. ഫസ്തഖീമു ഇലൈഹി, നിങ്ങൾ ഇസ്തിഖാമത്ത് അത് മുറുകെ പിടിക്കണം. എത്ര നേരായ ചൊവ്വായ ട്രാക്കിൽ കൂടെ വഴിയിൽ കൂടെ പോകാൻ ഒരാൾ ശ്രമം നടത്തിയാലും ബലഹീനരായ മനുഷ്യര് വിവരത്തിന്റെ കുറവ് കൊണ്ടും നമ്മുടെ വീഴ്ച കൊണ്ടും അതിൽ നമ്മളെടുത്ത് തെറ്റുകളും വീഴ്ചകളും അതിൽ കുറവുകളും വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എത്ര ഫർളായ ഒരു നിസ്കാരം ജമാഅത്തായിട്ട് ഇവിടെ നിസ്കരിച്ചു. നമ്മൾ അള്ളാഹുവും അവൻ്റെ റസൂലും എത്ര പൂർണ്ണതയോടെ, എത്ര പവിത്രതയോടെ, ശുദ്ധതയോടെ നമ്മിൽ നിന്ന് ആ ഇബാദത്ത് ആവശ്യപ്പെട്ടുവോ, ആ കൃത്യതയോട് ഒരു പക്ഷേ ആ ഇബാദത്ത് നമ്മൾക്ക് നിർവഹിച്ച് പൂർണ്ണമാക്കാൻ കഴിഞ്ഞോളന്നുണ്ടാവൂല. കുറവുകളുണ്ടാകും. പല ജാതി ചിന്തകളും മനസ്സിലേക്ക് വന്നിട്ടും പല ജാതി തോന്നലുകളും വന്നിട്ടും കുറവുകളും വീഴ്ചകളും ഉണ്ടാകും. ഫസ്തഗ്ഫിറൂ. അതുകൊണ്ട് തന്നെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് എന്താ പഠിപ്പിച്ചു തന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. മുമ്പ് ഒരാൾ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ നിസ്കാരം നിർവഹിച്ചില്ലേ, ജമാഅത്തായിട്ട് നിസ്കരിച്ചും ചെയ്തില്ലേ, എത്ര ആളുകൾ നിസ്കരിക്കാത്തവരുണ്ട്? സ്വാഭാവികമായിട്ടും അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടിയിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഇത് ചെയ്തല്ലോ. ഒരിക്കലുമല്ല. അള്ളാഹു നമ്മോട് ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി എങ്ങനെയാണോ കൽപ്പിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ ആ നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് എത്രത്തോളം സൂക്ഷ്മതയും ശ്രദ്ധയോടെയാണ് അത് നിർവഹിച്ചു. അതുകൊള്ള വെച്ച് നോക്കുമ്പോൾ നമ്മളടുത്ത് ഒരുപാട് കുറവുകളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി എന്ന്. ഖദ് ഉജീബത് ദഅവതുക്കും, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു സമയത്ത് മൂസാ നബിയും ഹാറൂൻ നബിയും ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരിയായ ധിക്കാരിയായ രാജാവിൻ്റെ അടുത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരൊരു ദുആ ചെയ്തു. ഫിർഔനും അവൻ്റെ ധിക്കാരത്തിന് കേടായിക്കൊണ്ടുള്ള അള്ളാഹു ആ പ്രവാചകന്മാരോട് ഖദ് ഉജീബത് ദഅവതുക്കുമാ, നിങ്ങൾ രണ്ടുപേരും നടത്തിയ ആ ദുആക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഫസ്തഖീമാ, നിങ്ങൾ ഇസ്തിഖാമത്ത് ഉണ്ടാവണം കേട്ടോ. എന്തെങ്കിലും ഏറെ പറയേ, എന്തെങ്കിലും തെറ്റായ തോന്നലുകളോ അതല്ലെങ്കിൽ നിങ്ങൾ വീഴ്ചകൾ പറ്റാതെ ആ ശരിയായ മാർഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഫസ്തഖീമ വലാ തത്തബിഅൻ സബീലല്ലദീന ലാ യഅലമൂൻ, വിഡ്ഢികളുടെ മാർഗം പിന്തുടരാൻ നിൽക്കരുത്, വിഡ്ഢിത്തരം ചെയ്യരുത്. ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഖാമത്ത്? അദ്ദേഹം അത് പറയുന്നതിന്റെ വിശദീകരണം, നിർവചനം പറയുന്നത് ഹിയ സുലൂഖു ത്വരീഖിൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത്. നേരായ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുക. ഏതാണ് വഹുവൽ അല്ലദി അദ്ദീനുൽ ഖവീം, നേരായ ചൊവ്വായ മാർഗം എന്ന് പറയുന്നത് ശരിയായ ദീനുൽ ഇസ്ലാം. ഖുർആനിൽ കൂടെയും സുന്നത്തിൽ കൂടെയും നമുക്ക് പഠിപ്പിച്ച് നൽകപ്പെട്ട, അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ കൂടെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന, പ്രവാചകന്റെ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്ത പിന്തുടർന്ന ശരിയായ ആ ദീന്, അതാണ് സിറാത്തുൽ മുസ്തഖീം. ചില ഉലമാക്കൾ പറഞ്ഞു സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹും. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സഹാബത്ത് എങ്ങനെയാണോ ഇവിടെ ഈ ലോകത്ത് ജീവിച്ച അവരുടെ വിശ്വാസം എന്താണ്, അവർ ഇബാദത്ത് നിർവഹിച്ചത് എങ്ങനെയാണോ എന്ന് പഠിക്കുക, സലഫി മൻഹജ് പഠിക്കുക. ഇതാണ് ശരി, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. വഹുവ ദീനുൽ ഖവീം മിൻ ഗൈരി തഅവീജിൻ അൻഹു യംനതൻ വലാ യസ്റ, ഇടത്തേക്കോ വലത്തേക്കോ തെറ്റാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയായ നേരെ ഒരു വര വരച്ചു പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, ഇത് സിറാത്തുൽ മുസ്തഖീം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൻ്റെ രീതി ഇങ്ങനെ, അതിന് വളവും തിരിവും ഉണ്ടാവൂല. എന്നിട്ട് അതിൻ്റെ ഇടഭാഗത്തും വലഭാഗത്തും മറ്റൊരുപാട് വരകൾ വരച്ചു. ഇത് മുഴുവനും പിശാചിൻ്റെ വഴികളാണ്. ശരിയായ മാർഗത്തിൽ നിന്ന് ആളുകൾ ട്രാക്ക് തെറ്റിപ്പോകുന്ന വഴികളുമാണ്. അതിലേക്ക് പോകാതെ ശരിയായ ഈ വഴിയിൽ കൂടെ ഒരാൾ സഞ്ചരിക്കണം. അപ്പൊ ഈ സിറാത്തുൽ മുസ്തഖീം ദീനുൽ ഖവീം എന്ന് പറയുന്നത് എന്താ? വയശ്മലു ദാലിക ഫിഅല ത്വാഅതി കുല്ലിഹ, അള്ളാഹുവിൻ്റെ ത്വാഅത്തുകൾ ഏതൊക്കെയുണ്ടോ
നിർബന്ധമായത് അത് നിർവഹിക്കുക. അല്ലാഹിറത്തി വൽ ബാത്തിന, പ്രത്യക്ഷത്തിൽ കാണുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലത്തെ മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യൽ, അയൽവാസികളോട് നന്മ ചെയ്യൽ, ഇങ്ങനത്തെ പ്രത്യക്ഷത്തിലുള്ളതൊക്കെ അതിൽപ്പെടും. ബാത്തിനത്തി എന്ന് പറഞ്ഞാൽ ആന്തരികമായ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അള്ളാഹുവിനെ ഭയപ്പെടൽ, അള്ളാഹുവിനെ മാത്രം ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്നുള്ള ആദർശം അത് അംഗീകരിക്കൽ, അള്ളാഹുവിനെ സ്നേഹിക്കൽ, അവനെ ഭയപ്പെടൽ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കൽ, കാര്യങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കൽ, മുസ്ലിമീങ്ങളെക്കുറിച്ച് നല്ല മനസ്സ് വെച്ച് പുലർത്തൽ, ഇങ്ങനത്തെ സത്യസന്ധതയോടുകൂടി ജീവിക്കൽ, ഇതൊക്കെ ഇഖ്ലാസ്, നസിഹത്തൊക്കെ നമ്മൾ മുമ്പ് കേട്ടല്ലോ ആ പറയുന്നതൊക്കെ. വതർക്കുൽ മൻഹിയാതി കുല്ലിഹാ, ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കും ചെയ്യുക. ഹറാമായ കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കുക. ഇൽമ ആവശ്യമാണിതിന്. അറിവ്, ദീനിലുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. ഒരാൾക്ക് മുസ്തഖീമാകണമെങ്കിൽ, ഒരാൾക്ക് മുത്തഖിയാണെങ്കിൽ, ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ. വൽ ഇസ്തിഖാമത്തു തകൂനു ഫിന്നിയ്യാതി വൽ അഖ്വാലി വൽ അമാൽ, നാം ചെയ്യുന്ന പ്രവർത്തികളിൽ, നമ്മളിൽ നിന്നുണ്ടാകുന്ന വാക്കുകളിൽ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉദ്ദേശങ്ങളിൽ, അതിലൊക്കെ ഇസ്തിഖാമത്ത്. ഒരാളെ മനസ്സിലുള്ള നിയ്യത്ത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ തെറ്റായ ഉദ്ദേശത്തിനനുസരിച്ച് അവന് തെറ്റായ വാക്കുകളും പ്രവൃത്തികളും വരൂലേ? വരും. ഇന്നലെ ഒരു വാർത്തയിൽ കാണുകയാണ്, ആളുകൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന സമയത്ത്, പള്ളിയിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന സമയത്ത് ആ പറയുന്ന ആളുകളൊക്കെ കൃത്യമായി സ്വഫിൽ നിന്നിട്ട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക റമളാനിൽ. അപ്പോൾ റമളാനിൽ അവരൊക്കെ നിയ്യത്ത്, പള്ളിയിൽ വന്നിട്ട് ഇബാദത്ത് ചെയ്യണം, നിയ്യത്ത് അതായിരുന്നു. അങ്ങനെ അവിടെ വന്ന് നല്ല സൽക്കർമ്മങ്ങൾ അതുണ്ടാകുന്നു. വേറൊരാളങ്ങനെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുലം അവൻ്റെ മനസ്സൊരു പക്ഷേ ആരെങ്കിലും ഒരു മൊബൈൽ അശ്രദ്ധമായിട്ട് നിൽക്കുന്ന സമയത്ത് എടുത്തു കൊണ്ടുപോകണം. വാർത്തയിൽ ഇന്നലെ കണ്ടിരുന്നു അല്ലേ? അയാൾ വേറൊരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ മൊബൈൽ കൊടുത്തിട്ട് മറ്റാൾ വല്ല പോകും. നിയ്യത്തിൽ പക്ഷേ അതായിരിക്കണം, നിയ്യത്തിൽ അതുണ്ടാകും, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ വരികയാണ്. 2 ദിവസം കഴിഞ്ഞ് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് ആളുകൾ ഫോട്ടും കാര്യം കണ്ട് പിടികൂടി. ആ പള്ളിക്കാ വരുന്നു എന്ന് കരുതിയിട്ട് നിയ്യത്തുകൾ, തെറ്റായ നിയ്യത്തുകൾ ഉണ്ടാകും ഏത് കാര്യങ്ങളിലും. ഇസ്തിഖാമത്ത് നമ്മുടെ നിയ്യത്തുകൾ ചിന്തകളിലുണ്ടാകും, വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാകും. ഫമൻ സഅമ അന്നഹു ഇസ്തഖാമ അലാ ശറഇല്ലാഹി തആല, ഒരാൾ പറയാണ് ഞാൻ നല്ല മുസ്തഖീമാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കൃത്യമായി പാലിച്ച് ശരിയായ മാർഗത്തിൽ വഴിയിലാണ് എന്ന് പറയേണ്ടതെന്ന് വെക്കുക. വലാഹിറുഹു യുഖാലിഫു ദാലിക്, എന്നാൽ അവൻ്റെ വേഷത്തിലും അവൻ്റെ രൂപത്തിലും അവനിൽ നിന്നുള്ള സംസാരത്തിലും പ്രവർത്തനങ്ങളിലും അതിന് വിരുദ്ധമായി കാണും ചെയ്യാൻ. അവൻ പറയും നല്ല ഇസ്തിഖാമത്താണ്, നല്ല തഖ്വയിലാണ്, നല്ല നിയ്യത്തിലാണ്, നല്ല ഉദ്ദേശത്തിലാണ്, പക്ഷേ അവൻ്റെ പുറത്തുനിന്ന് കാണുന്നത്. എന്നിട്ട് പറയാം അത്തഖ്വാ ഹാഹുന, ഈമാൻ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, എൻ്റെ ഹൃദയത്തിലാണ്, നിങ്ങൾക്ക് എൻ്റെ ഈമാൻ അറിയില്ല എന്നുള്ളതുള്ളൂ, ഞാൻ വളരെ നല്ലത് തന്നെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഫസഅമുഹു ബാത്തിലുൻ, അവൻ കള്ളവാദമാണ്. അവൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ തഖ്വയുണ്ട്, ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ഇതുപോലെ അതിന് വിരുദ്ധമായി കാണുന്നുണ്ടെങ്കിൽ ഫസഅമുഹു ബാത്തിലുൻ വദഅവാഹു കാദിബ, അവൻ കള്ളവാദമാണ്, അവന് വെറുതെ ഇല്ലാത്തത് വാദിക്കാണ്. ഫസ്തിഖാമത്തുൽ ഖൽബി തൻഖാദു ഇലൈഹൽ ജവാരിഹ്, ഒരാളുടെ ഹൃദയം മുസ്തഖീമാണ്, ശരിയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം നിയ്യത്തുകളും അത് ഇസ്തിഖാമത്തിലാണെങ്കിൽ അതിനനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ശരിയായി വരും എന്നുള്ളത്. അവൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളും അതിനനുസരിച്ച് ക്ലിയറാക്കി ചിട്ടപ്പെടുത്തി നല്ല നിലക്ക് വരും. ഇനി വകദാ മൻ ഇസ്തഖാമ ളാഹിറുഹു, ഒരാളെ പ്രത്യക്ഷത്തിൽ നല്ല ദീനിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ നല്ല വൃത്തിയിലുള്ള വേഷം ധരിച്ചിട്ടുണ്ട്, നല്ല തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, നീളമുള്ള താടി വച്ചിട്ടുണ്ട്, ഹിജാബും കാര്യങ്ങളും ഒരു പക്ഷേ സ്ത്രീകളാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അത് കാണുന്നുണ്ട്. അവരെ ലാഹിർ, അവരുടെ പ്രത്യക്ഷം അത് മുസ്തഖീമാണ്. പക്ഷേ വലം യസ്തഖിം ഖൽബുഹു, അവരുടെ ഹൃദയം ശുദ്ധമല്ല, ഇസ്തിഖാമത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഖുറാഫാത്തൊക്കെ ചെയ്യുന്ന ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ നല്ല തൂവെള്ള വസ്ത്രമാണ്, നീളമുള്ള താടിയാണ്, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വേഷമാണ്, പക്ഷേ ഹൃദയം ശിർക്കായിരിക്കും, ഖുറാഫാത്തായിരിക്കും, ബിദ്അത്തായിരിക്കും, റസൂലിൻ്റെ സുന്നത്തിനോട് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരായിരിക്കും. ഒരു കാര്യമില്ല, പുറത്ത് തെളിയാം. അതേപോലെ തന്നെ തീവ്രവാദ നിലപാടുള്ള ചില ആളുകളുണ്ടാകും. സലഫിയത്തിൻ്റെ വേഷങ്ങളും കാര്യങ്ങളും പോലെ കണ്ടാൽ ആർക്കും ഒരു സംശയം ഉണ്ടാകും. പ്രത്യക്ഷത്തിൽ വളരെ കൃത്യമായ വേഷങ്ങൾ, ഇസ്ലാമിൻ്റെ സുന്നത്തിനോട് യോജിച്ച രൂപങ്ങളുണ്ടാകും. പക്ഷേ അവരുടെ ഹൃദയം അത് മുസ്തഖീമല്ലാത്തത് കൊണ്ട് അവരുമായി രഹസ്യ സംഭാഷണങ്ങളിലും അവർക്ക് സൗകര്യം കിട്ടുന്ന സദസ്സിലും ചെന്നിരുന്ന് കേൾക്കുമ്പോൾ കാണാം അവർക്ക് പലരെക്കുറിച്ചും വിമർശനം ഉണ്ടാകും. ഭരണാധികാരികളെക്കുറിച്ചുള്ള വിമർശനം ഉണ്ടാകും, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെക്കുറിച്ച് അവർക്ക് വിമർശനം ഉണ്ടാകും,
ദീന് പഠിക്കുന്ന സലഫിയതും തൗഹീദും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തലുണ്ടാകും. എന്നാൽ സാധാരണക്കാരവരെ കണ്ടാൽ ലാഹിറൻ പ്രത്യക്ഷത്തിൽ മുസ്തഖീമാണവർ. മുസ്തഖീമ ശരിയായ നേരായ ചൊവ്വായ ആ രൂപത്തിൽ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ആളുകളായിരിക്കും. പക്ഷേ അവരുടെ ഹൃദയം അശുദ്ധമായതുകൊണ്ട് അവരിൽ നിന്ന് ഇതുപോലത്തെ തീവ്ര നിലപാടുള്ള ഖവാരിജുകളുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖവാരിജുകൾ അവരുടെ നെറ്റിയിലേക്ക് നോക്കിയാൽ തഴമ്പിച്ചു നിൽക്കുന്ന നിസ്കാരത്താമ്പുണ്ടായിരുന്നു. അവരുടെ ശരീരങ്ങൾ ഭാരം ചുമക്കുന്ന ഒട്ടകങ്ങളെ പോലത്തെ തഴമ്പുകൾ കാലിൻ്റെ മുട്ടിലും കാലിൻ്റെ നെരിയാണിയിലും അതേപോലെ തന്നെ കയ്യിൻ്റെ വിരലുകളിലൊക്കെ ഭാരം ചുമക്കുന്ന ഒട്ടകത്തിൻ്റെ തൊലിയിൽ ശരീരത്തിൽ കാണുന്ന പോലത്തെ തഴമ്പുകൾ ഉണ്ടായിരുന്നു. നോമ്പനുഷ്ഠിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും സുന്നത്തായ നോമ്പുകളും ഫർളായ നോമ്പും പിടിച്ചിട്ട് രാത്രി ഖിയാമുൽ ലൈൽ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ട് അവരുടെ കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു. അവരുടെ ശരീരം ഒട്ടിമെലിഞ്ഞിരുന്നു. അവർ ഇബാദത്തിൻ്റെ കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു കുറവും അവർക്കില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ ഇബാദത്ത് നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. അവരുടെ ഇബാദത്തുകൾ കണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് പറഞ്ഞു. അതിന് മാത്രം പുറമേത്തിക്ക്. പക്ഷേ അവരുടെ ഉള്ള അശുദ്ധമായത് കൊണ്ടാണ് അന്ന് ജീവിച്ചിരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അലി റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹാബത്ത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നെഹ്റുവാൻ പോലത്തെ യുദ്ധ മൈതാനികളിൽ പോർക്കളങ്ങളിൽ അവർ വരാൻ കാരണം. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ ഒരാളെ വേഷം കാര്യങ്ങളും കണ്ടു എന്ന് കരുതുമ്പോഴേക്കും തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഉള്ളും പുറവും അത് ശുദ്ധിയായി ഒരാൾ സംരക്ഷിക്കാന്നുള്ളതാണ്. ഖുൽ ആമന്തു ബില്ലാഹി സുമ്മ ഇസ്തഖീം. വിശ്വാസപരമായ അവൻ്റെ ഹൃദയത്തിലുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ അത് ശുദ്ധിയുള്ളതാണ്, ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. അതോടുകൂടെ അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഇസ്ലാമിൻ്റെ വേഷങ്ങളും ഇസ്ലാമിൻ്റെ രീതികളും, സ്ത്രീകളാണെങ്കിൽ ഹിജാബിൻ്റെ കാര്യം, പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ അവരുടെ വേഷത്തിൻ്റെ, മുടിൻ്റെ, താടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തയ്യാറാണ്. ഒരാൾക്കതിൽ കുറവ് തോന്നുകയാണ്, കയ്യണില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് കണ്ട് അവൻ്റെ ഉള്ള് അശുദ്ധമാണ്, സിറാത്തുൽ മുസ്തഖീമിലല്ല എന്നതല്ല. സിറാത്തുൽ മുസ്തഖീമിലല്ല എന്നുള്ളത് അവൻ പറയാണ്, എൻ്റെ ഹൃദയം ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും ഇസ്തിഖാമത്ത് കൊണ്ടും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഫമൻ അമറ ഖൽബഹു ബിഫിതനി ശഹവാതി വശുബ്ഹാത്ത്. ഒരാളുടെ മനസ്സ് അവൻ്റെ ദേഹ ഇച്ഛകളും ഹറാമായ ചിന്തകളും കാര്യങ്ങളും തോന്നലുകളും വൃത്തികേടുകളും കൊണ്ട് നിറക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ തെറ്റായ വിശ്വാസങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ വരുന്ന സമയത്ത് വസാഅ അമലുഹു ഹമല ഖൽബൻ മുസവ്വദ. അവൻ്റെ ഹൃദയം ശുദ്ധമല്ല എന്നതിൻ്റെ അർത്ഥം. തെറ്റായ, അശുദ്ധമായ, മ്ലേച്ഛകരമായ, ഹറാമായ ചിന്തകളും തോന്നലും വ്യഭിചാരമായിട്ടോ സ്ത്രീകളുമായിട്ടോ അതിൽ ലൈംഗികതയുമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ ഒരാളെ മനസ്സിൽ കുത്തി നിറച്ച് ജീവിക്കാൻ. വേഷം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവൻ്റെ നല്ലതായിരിക്കും, പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കും. പക്ഷേ അവൻ്റെ ഹൃദയം അശുദ്ധമായതുകൊണ്ട് അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള വേഷവിധാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. وغالبا ما يظهر ما في القلب اللسان. സ്വാഭാവികമായിട്ടും ഒരാളെ മനസ്സ് അശുദ്ധമാണോ അല്ലേ, അവൻ്റെ മനസ്സ് നല്ലതാണോ അല്ലേ എന്നുള്ളത് അവൻ്റെ നാവിൽ കൂടെ അത് പുറത്തേക്ക് അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് സാധാരണ കാണും ചെയ്യും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അവൻ ഇനി എത്ര അത് നന്നാക്കി പറയാനും ആളുകളുടെ മുന്നിൽ അഭിനയിക്കാനും ശ്രമിച്ചാലും അവനറിയാതെ പലപ്പോഴും അവൻ്റെ നാവിൽ കൂടെ അവൻ്റെ ഹൃദയത്തിലുള്ളത് പുറത്തേക്ക് വരും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാവിലും മറ്റുള്ള അവയവങ്ങളിൽ കൂടെയും ഉണ്ടാകുന്ന ഒരു മഹത്തായ വിശേഷണമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, വൽ ഇസ്തിഖാമത്തു തതഅല്ലഖു ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഹ്വാലി വൻ നിയ്യാത്ത്. നമ്മുടെ നിയ്യത്തുകൾ, നമ്മുടെ അവസ്ഥകൾ, സ്വഭാവം, ആദാബുകൾ, അഖ്ലാഖുകൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, വാക്കുകൾ, അത് മുഴുവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇസ്തിഖാമത്ത്. ഫൽ ഇസ്തിഖാമത്തു ഫിഹാ. അപ്പോൾ യഥാർത്ഥ ഒരു മുസ്തഖീമായി ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ
ഈ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും നിയ്യത്തുകളൊക്കെ വുഖൂഉഹാ ലില്ലാഹി വബില്ലാഹി വഅലാ അംരില്ലാ, അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തോന്നലുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ അടക്കങ്ങൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. ഈ ഒരു വ്യക്തി അവൻ അതിനു വേണ്ടിയുള്ള പണിയെടുക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയുള്ള പണിയെടുക്കുക. വബില്ലാ, അള്ളാഹുവിനോട് സഹായത്തെ തേടിക്കൊണ്ടായിരിക്കും അവൻ്റെ കാര്യങ്ങൾ മുഴുവനും. വഅലാ അംരില്ലാ, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ആയിത്തീരും ചെയ്യും. ഓരോ കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചതാണോ, ഇത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണോ, ദീനുൽ ഇസ്ലാമിൽ ഇതിന് തെളിവുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറയുമായിരുന്നു, കുൻ സാഹിബൽ ഇസ്തിഖാമ, നീ ഇസ്തിഖാമത്തുള്ള ആളാവണം. ലാ ത്വാലിബൽ കറാമ, ആളുകളിൽ നിന്ന് ആദരവ് തേടുന്ന ആളാവരുതേ, അഭിനയക്കാരനാവരുതേ. ആളുകളുടെ ഇടയിൽ നല്ല വേഷം, നല്ല രൂപം, നല്ല അച്ചടക്കും, നല്ല കാര്യം കാണിച്ചിട്ട് ആളുകൾ ആദരവ് തേടുന്ന ആളാവരുത്. ഇസ്തിഖാമത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളാവണം എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹുവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാവണം. ഹൃദയത്തിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്, മുവഹിദാവുക എന്നുള്ളത്. അവൻ്റെ ഹൃദയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവിനുള്ള ഹക്കുകൾ പൂർണ്ണമായി നൽകുന്ന മനസ്സിൻ്റെ ഉടമയാകുക എന്നുള്ളത്. ഫമസ്തഖാമൽ ഖൽബു അലാ മഅരിഫത്തില്ലാഹി വഅലാ ഖശിയതിഹി വഇജ്ലാലിഹി വമഹബ്ബതിഹി, ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അവന് അറിവുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആദരവുണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുഴുവനും, അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിനോട് കാര്യങ്ങൾ തേടിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അവൻ. അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി അള്ളാഹു അല്ലാത്തതിൽ നിന്ന് അവൻ്റെ മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ടും അവൻ്റെ ചിന്തകൾ മുഴുവനും അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടതാണെങ്കിൽ ഇസ്തഖാമത്തിൽ ജവാരിഹു കുല്ലുഹാ അലാ ത്വാഅത്ത്, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവയവങ്ങളും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി നിലനിന്ന് പോകുന്നുള്ളത്. ചില ആളുകൾ തൗഹീദിന് പ്രാധാന്യം കൊടുക്കാതെ ദിന്യവിയായ മറ്റുള്ള പ്രത്യക്ഷത്തിലുള്ള അമലുകളും ഇബാദത്തുകളും അതിൻ്റെ പോരിശയും അതിൻ്റെ ശ്രേഷ്ഠതകളും അതുകൊണ്ടുള്ള നന്മകളും അങ്ങനെ പറഞ്ഞു കൊടുക്കും. ആളുകളുടെ ഹൃദയം അത് ശുദ്ധമല്ല, തൗഹീദില്ല എന്നുണ്ടെങ്കിൽ അവരിൽ അതിൽ അർഹിക്കുന്ന ഫലങ്ങൾ അത് ലഭിക്കൂല എന്നുള്ളത്. നേരെ മറിച്ച് അള്ളാഹിനെ കുറിച്ച് ശരിക്കും ആളുകൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത്, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്ത്, അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും എങ്ങോട്ടാണിത് പോകാൻ നിൽക്കുന്നത് എന്നുള്ളത് ആളുകളെ ഉണർത്തി നമ്മെ ഉണർത്തി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം അത് സുദൃഢമാകുമ്പോൾ മറ്റൊരാൾ പറയാതെ പ്രേരിപ്പിക്കാതെ ആ വ്യക്തി സ്വയം അവൻ്റെ നന്മക്കാവശ്യമായത് എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അറാബികളുടെയൊക്കെ പല ചരിത്രങ്ങളും നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. കാഴ്ചക്ക് അവർ ആളുകളുടെ മുന്നിൽ വില മതിക്കുന്നൊരു വേഷത്തിലോ രൂപത്തിലോ രീതിയിലോ ഒന്നുമല്ല, പക്ഷെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് തട്ടിയപ്പോൾ അവർ വന്ന് ചോദിച്ചു പഠിക്കുകയാണ്, രക്ഷപ്പെടാനുള്ള വഴി ഏതാണ്, സ്വർഗത്തിലെത്താനുള്ള മാർഗം ഏതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണ് എന്നുള്ളത് അവരന്വേഷിക്കൽ. ഇതായിരുന്നു അവരുടെയൊക്കെ രീതികൾ. അത് സഹാബത്തും സ്വീകരിച്ചിരുന്ന രീതികൾ അങ്ങനെ തന്നെയായിരുന്നു, അവരും സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും നാം അള്ളാഹുവിൻ്റെ തൗഹീദ്, അവനോട് അടിമകളായ നമുക്കുള്ള ബാധ്യതകൾ, ഹക്കുകൾ, അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അങ്ങനെ ആളുകൾക്കത് ശരിക്കും മനസ്സിലായി ബോധവാന്മാരായി അവരുടെ ഹൃദയത്തിലേക്ക് അത് കടന്നാൽ സ്വയം അന്വേഷിക്കും അവർ നന്നാവാനുള്ള വഴി എന്താണ്, രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണെന്ന്. പിന്നെ ഒരാൾ അവരെ തൊളിക്കേണ്ട ആവശ്യം ഉണ്ടാകും. ചെറിയ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കുന്ന സമയത്തും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച രീതി. അതാണ് ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിനോട് വിളിക്കുക, യാ ഗുലാം ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. അധ്യാപനം നടത്തുന്ന ആളുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളും മാർഗനിർദ്ദേശം നടത്തുന്ന ആളുകളും ഒക്കെ ചെയ്യേണ്ട രീതി അത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള ബന്ധം ഒരു വ്യക്തിക്കുണ്ടായി കിട്ടിയാൽ പിന്നെ ആ വ്യക്തി സ്വയം അന്വേഷിച്ചു കൊണ്ടിരിക്കും, അവൻ നന്നാക്കിക്കൊണ്ടിരിക്കും ചെയ്യും. അവനെ തെളിക്കാനോ അവനെ ശ്രദ്ധിക്കാനോ വാച്ച് ചെയ്യാനോ പിന്നെ ഒരുപാട് അധ്വാനം മറ്റുള്ളവർക്ക് ഉണ്ടാകൂല, അതിൻ്റെ ആവശ്യം ഉണ്ടാകൂല. അത് മനസ്സിലേക്ക് അറിയിക്കാതെ, തട്ടാതെ, മനസ്സിലാക്കി കൊടുക്കാതെ, അതിനുള്ള സാഹചര്യമില്ലാഞ്ഞാൽ മറ്റുള്ളവർ ഒരുപാട് തെളിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് അറിയില്ല എങ്ങോട്ടാ പോകേണ്ടി, എന്താ ചെയ്യേണ്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച രീതികൾ ഇതാണ്. ഇസ്ലാമിൻ അതിനെക്കുറിച്ചുള്ളൊരു ആകത്തുക,
അതിനെക്കുറിച്ച് മൊത്തത്തിൽ എനിക്കൊരു വിവരം തരും. വേറൊരാളോട് എനിക്ക് ചോദിക്കും വേണ്ട. ഖുൽ ആമന്തു ബില്ലാഹി സുമ്മ ഇസ്തഖീം, ആമന്തു ബില്ലാഹി സുമ്മ ഇസ്തഖീം എന്നാണ് പറഞ്ഞത്. ഫഇന്നൽ ഖൽബ്, മനുഷ്യന്റെ ഹൃദയം അത് ശുദ്ധിയായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് പല ഹദീസുകളിൽ കൂടെ പറഞ്ഞതുപോലെ ഹൃദയം അത് ശരിയായാൽ ഫഇദാ സ്വലഹ സ്വലഹ സായിറുൽ ജസദ് എന്ന മറ്റ് ശരീരഭാഗങ്ങളൊക്കെ നന്നാകും. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് വിശ്വാസമാണ്, ആദർശം തന്നെയാണ്. അതിന് പ്രാധാന്യം കൊടുക്കുകയും വേണം. അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും അത് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്താൽ പിന്നീട് അവർക്ക് മനസ്സിലാകും ഞാൻ തിരുത്തണം, നന്നാക്കണം, അതിൻ്റെ വഴി അന്വേഷിക്കണം, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അഅ്ളമുൽ കറാമത്തി ലുസൂമുൽ ഇസ്തിഖാം. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ബഹുമാന ആദരവുണ്ട് എന്നുള്ള ഏറ്റവും അതിൻ്റെ തെളിവും ഏറ്റവും വലിയ ആദരവും ഒരാൾക്കുണ്ടാകുന്ന മുസ്തഖീമായി ജീവിക്കാൻ കഴിയാന്നുള്ളത്. അള്ളാഹു വ്യക്തി ആദരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗം അതിൽ കൃത്യമായി മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആദരവിൻ്റെ മേലറിയിക്കുന്ന കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ മനസ്സ് ദുഷിക്കാനും ഹൃദയം ദുഷിക്കാനും അവന് ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാനുമുള്ള കാരണങ്ങൾ, ഹൃദയം അശുദ്ധമാകാൻ, ദുഷിച്ചു പോകാൻ, അതേപോലെ തന്നെ ഇസ്തിഖാമത്ത് ഇല്ലാതെ ശരിയായ ട്രാക്കിൽ വഴിയിൽ സഞ്ചരിക്കാതെ ഇടത്തും വലത്തും തിരിഞ്ഞും വളഞ്ഞും ഒരാൾ പോകാനുള്ള പല കാരണങ്ങളും, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ 5 എണ്ണമാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയും. ഒന്നാമത് അദ്ദേഹം പറഞ്ഞു, കസറത്തുൽ ഖൽഖ, ആളുകളുമായുള്ള കൂടിക്കലറിൽ കൂടുക. അതിൻ്റെ അർത്ഥം ജമാഅത്തിന് പള്ളിയിൽ വരണ്ടാന്നോ ഇൽമിൻ്റെ സദസ്സിൽ വരണ്ടാന്നല്ല, അത് വേറെയാണ്. ആളുകളുമായുള്ള കൂടിക്കലറിൽ വേറെയാണ്. ദുന്യവിയായ സംസാരങ്ങളും ചർച്ചകളും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ചില ആളുകൾ അങ്ങനെ പോയി മറ്റുള്ളവരെ കൂടെ ഇരിക്കാതെ കഴിയൂല, ഓലില്ലാതെ കഴിയൂല, മറ്റുള്ള കൂട്ടുകെട്ടില്ല. ഈ നിലക്കുള്ള പ്രത്യേകിച്ച് ദുഷിച്ച ചീത്ത ആളുകൾ, ദീനിനും ദുന്യാവിനും ഉപകാരമില്ലാത്ത ആൾക്കൂട്ടങ്ങളിൽ കൂടുതൽ കലർന്ന് ജീവിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം നശിക്കാനും ഇസ്തിഖാമത്ത് അവന് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. വേറൊരു കാരണം അദ്ദേഹം പറയും, അൽ ഇസ്റാഫു ഫി ത്വആം, ഭക്ഷണം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് അനുവദനീയമായതാണ്. കുലു വഷ്റബു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. ആ 2 ഭാഗം ആളുകൾ അള്ളാഹു പറഞ്ഞത് കൃത്യമായി പാലിക്കാൻ തയ്യാറുമാണ്. കുലു വഷ്റബു അള്ളാഹ് പറഞ്ഞതല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതല്ലേ. പക്ഷെ മൂന്നാമതും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്, വലാ തുസ്രിഫു, വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാവരുത്. അത് അമിതമായാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും, മനസ്സ് ദുഷിക്കും. ഇസ്തിഖാമത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കാൻ അത് സാധ്യത കൂടുതലാണ്. അത്യാവശ്യമുള്ളത് കൊടുക്കുക, ശരീരത്തിനെ നിയന്ത്രിക്കാൻ അപ്പോഴേ കഴിയുള്ളൂ. അതേപോലെ മൂന്നാമത് മറ്റൊന്ന് പറഞ്ഞാൽ കസറത്തുൻ നൗം എന്ന്, ഉറക്ക് വർദ്ധിക്കുക. റമദാനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം റമദാന് ഏതായാലും ഭക്ഷണമില്ല, ഏതായാലും വെള്ളമില്ല, ഒഴിവും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇബാദത്ത് എന്ന്. റമദാനിൽ ഇബാദത്തിനവുമാ നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യത്തിന് നമ്മൾ ഉറക്ക് കൊടുക്കണം, സംശയമൊന്നുമില്ല. പക്ഷേ റമദാനിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്ത് ഉറക്കല്ല. റമദാനിലാണെങ്കിലും അല്ലെങ്കിലും ഉറക്ക് കൂടുക എന്ന് പറയുന്നത് ഹൃദയം അശുദ്ധമാകാനും നശിക്കാനും ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് അത്തഅല്ലുഖു ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുമായിട്ടുള്ള ബന്ധം. അല്ലാഹു അല്ലാത്തവരും ആളുകളൊപ്പല്ലാതെ കയ്യാനല്ല, എനിക്ക് ഓലില്ലാതെ കഴിയൂല, കൂട്ടുകാരില്ലാതെ കഴിയൂല, അല്ലാഹു ഇല്ലാതെ കഴിയൂല, അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാതെ കഴിയൂല. അല്ലാഹുവുമായിട്ടുള്ള ബന്ധം അത് സുദൃഢമാക്കാനും അല്ലാഹു മതി എന്നുള്ള ആ ഒരു സംതൃപ്തിയിലേക്ക് എത്താനും നമ്മൾ ശ്രമിക്കും. അല്ലാഹു മതി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ഒരു അടിമക്ക് അവൻ്റെ റബ്ബ് പോരെ അവൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ, അവന് ആവശ്യമുള്ള സമയത്ത് സഹായങ്ങൾ നൽകാൻ, മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, വഴി കാട്ടിക്കൊടുക്കാൻ, സംരക്ഷണം നൽകാൻ. അല്ലാഹു മതി എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്താനുള്ള പണിയെടുക്കുക. അള്ളാഹുവിൻ്റെ ഹക്കുകൾ, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിച്ച്, അവനോട് നിരന്തരം ദുആ ചെയ്ത്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച്, ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളില്ലേ അതിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമായിക്കൊണ്ടേയിരിക്കും.
അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ഓർമ്മയുണ്ടാകുമ്പോൾ. അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ചൊന്നും യാതൊരു ഓർമ്മയിൽ അശ്രദ്ധനായി ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിനെ മറക്കും, വിസ്മരിക്കും. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം ശക്തമാക്കുക. നേരെ മറിച്ച് അതൊരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിനെ പോരാ എന്നുള്ള ആ ചിന്തയിലേക്ക് വരുമ്പോൾ അവൻ്റെ ഹൃദയം അത് ദുഷിക്കുകയും ഇസ്തിഖാമത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകും, അവന് ട്രാക്ക് മാറും. പിന്നെ മറ്റൊരു കാര്യം, അത്തമന്നി, അമലുകളൊന്നും ചെയ്യാതെ, പറഞ്ഞ പണികളൊന്നും എടുക്കാതെ എനിക്ക് സ്വർഗം കിട്ടും, ദോഷം പുറത്തേരും, അള്ളാഹു ഗഫൂറുർ റഹീമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഭാര്യയോട് വീട്ടിൽ ചില കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ചെയ്യാതെ ഭർത്താവിനെ കുറിച്ചുള്ള സ്നേഹവും അവനിൽ നിന്ന് ആദരവും അവന് സമ്മാനങ്ങളും പ്രതീക്ഷിക്കും ഒരാൾ. ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. ആ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ സാലറി കിട്ടും, മാസം അവസാനത്തിൽ വൈകുന്നേരമാകുമ്പോൾ എനിക്ക് നല്ലോണം ഫണ്ട് കിട്ടും, സമ്മാനം കിട്ടും, എനിക്ക് പ്രൊമോഷൻ കിട്ടും, എനിക്ക് കയറ്റം കിട്ടും, ചിന്തിക്കും. എന്താ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാൻ. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് പറഞ്ഞ് കേട്ട് അനുസരിച്ച് പോകുന്ന അടിമകൾക്ക് ഗഫൂറുർ റഹീമാൻ. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും അവനെ വിസ്മരിക്കുകയും ചെയ്ത ആളുകളാണെങ്കിൽ നസുല്ലാഹ ഫനസിയഹും, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചാൽ അള്ളാഹു അവരെയും മറക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയും അള്ളാഹു പറഞ്ഞതനുസരിക്കുകയും എന്നാലും നമ്മളടുത്ത് വീഴ്ച വരുമെന്നുള്ള നിലക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്ന യഥാർത്ഥ അടിമകളാണ് എന്നുണ്ടെങ്കിൽ ആ അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, റഹ്മത്ത് ചെയ്യും, അവർക്ക് സഹായം ചെയ്തു കൊടുക്കും, നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകും, അള്ളാഹുവിനോട് ദുആ ചെയ്തു പോകുന്ന. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രീതി. അപ്പോൾ അമലുകൾ നമ്മളെ ഭാഗത്തില്ലതാനും പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ നമ്മൾ നിർവഹിക്കാൻ തയ്യാറല്ലാതെ മോഹങ്ങളുമായിട്ട് സ്വപ്നലോകത്ത് ജീവിക്കുക. അതൊരു മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോകാനും അവൻ അള്ളാഹുവിലേക്ക് മുന്നേറാതെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും തഖ്വ കൈവരിക്കണം എന്നുള്ളത്, ഇസ്തിഖാമത്തിൽ ജീവിക്കണം എന്നുള്ളത്. ഇസ്തിഖാമത്തിൽ ജീവിക്കണം. പക്ഷേ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾക്ക് തെറ്റുകളും വീഴ്ചകളും വരും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റ്, പാപങ്ങൾ നിന്റെ അടുത്ത് വന്നാൽ ഉടനെ വീണ്ടും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ഇസ്തിഗ്ഫാറും തൗബയും ദാനധർമ്മങ്ങളും അദ്കാറുകളും അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വന്ന തെറ്റിനെ അതിനെ കഴുകിക്കളയുന്ന, അതിനെ മായ്ച്ചു കളയാനുള്ള പണിയെടുക്കുക. തെറ്റുകൾ അങ്ങനെ ചെയ്യണേ. എന്നിട്ട് സ്വപ്ന ലോകത്തിൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹുത്തിലെ റഹ്മത്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരും എന്ന് ഒരാൾ പോയി ആ മോഹത്തിൽ ജീവിക്കുക. ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല, ഒരിക്കലുമല്ല. ആയത്തുകളും ഹദീത്തുകളും അള്ളാഹു അവൻ്റെ റസൂലും നമുക്ക് പറഞ്ഞു തന്ന നമുക്ക് വന്ന ആയാത്തുകൾ ഹദീത്തുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അടിമ അവൻ്റെ കഴിവിൻ്റെ പരമാവധി നന്മയിൽ മുന്നേറുക. അവൻ്റെ നിസ്സഹായത കൊണ്ട് വീഴ്ചകളോ കുറവുകളോ സംഭവിച്ചാൽ തൗബയും ഇസ്തിഗ്ഫാറും ധാരാളം മറ്റുള്ള സൽക്കർമ്മങ്ങൾ ഫർളും സുന്നത്തുമായി വീണ്ടും നിർവഹിച്ച് മുന്നേറുക, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളെ മായ്ച്ച് പുറത്ത് അവന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. റമദാന് പോലത്തെ ഇതുപോലത്തെ അവസരങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സൂ, ഇസ്തഖീമു, നിങ്ങൾ ഇസ്തിഖാമത്ത്, നമ്മൾ പറഞ്ഞു ഇടത്തുക്കും വലത്തുക്കും തെറ്റാതെ ഖുർആനിലും സുന്നത്തിൽ വന്ന അധ്യാപനങ്ങൾ ശരിക്കും പഠിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കണം എന്ന്. വലൻ തുഹ്സൂ, എത്ര ശരിയാക്കാൻ ശ്രമിച്ചാലും പൂർണ്ണതയിലെത്താൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയൂല. അടിമകൾക്ക് കഴിയൂല. അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ആകെ അള്ളാഹുവിൻ്റെ ഖുല്ലത്ത്, അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് പറയുന്ന സ്ഥാനത്തെത്തിയത് രണ്ട് വ്യക്തികൾ, ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും അലൈഹിമുസ്സലാത്തു അലാ സാഇരിൽ അംബിയാഇ വൽ മുർസലീൻ. നോക്കി നിങ്ങൾ, നാം അത് കാണേണ്ടതാണ്. രണ്ടേ ആളുകൾ മാത്രം അത്ര വലിയ മഹബത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയത് രണ്ട് അടിമകളാണ്. രണ്ടടിമകൾ. അപ്പോൾ നമ്മൾ എത്ര ഇസ്തിഖാമത്തിലേക്ക് എത്താൻ ശ്രമിച്ചാലും പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയൂല. വഅലമു അന്ന ഖൈറ അമാലിക്കും അസ്സലാ, നിങ്ങൾ അറിയണം, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ തന്നെ നമുക്കറിയാം വീഴ്ചകൾ ധാരാളം ഉണ്ടാകുമെന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, പൂർണ്ണമായി തുടക്കം മുതൽ ഒടുക്കം വരെ
നമ്മോട് കൽപ്പിക്കപ്പെട്ട ആ കൃത്യതയിൽ അത് നിർവഹിച്ച് പൂർത്തിയാക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ, ശുദ്ധിയോടുകൂടെ എപ്പോഴും ആ ശുദ്ധി സൂക്ഷിക്കത് സത്യവിശ്വാസിക്കല്ലാതെ കഴിയൂല. ദീനുൽ ഇസ്ലാമിൽ നമ്മോട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു മഹത്തായ അമലാണ് എപ്പോഴും ശുദ്ധിയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു ഹദീസിൽ സദ്ദിദു വഖാരിബു, സദ്ദിദു വഖാരിബു, സദ്ദിദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യത പാലിക്കുക ഓരോ അമലിലും. ഖാരിബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുക. കൃത്യത പാലിക്കാൻ പലപ്പോഴും കഴിയൂല ആളുകൾക്ക്, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. സദാദി എന്ന് പറഞ്ഞാൽ അതാണ് ഹഖീഖത്തുൽ ഇസ്തിഖാമ വഹുവൽ ഇസാബ. ഏതൊക്കെ കാര്യങ്ങൾ നമ്മോട് കൽപ്പിക്കപ്പെട്ടോ അതിൽ മുഴുവനും കൃത്യത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കൃത്യത, ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ. അതിനൊരു പക്ഷേ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പോൾ പ്രവാചകൻ നമുക്ക് പ്രതീക്ഷയുടെ വഴികൾ തുറന്നു തന്നുകൊണ്ട് പറയാണ് വഖാരിബു, ഖാരിബു, നിങ്ങൾ ആ നേരെ കൃത്യമായ ആ ലൈനിക്കെത്താൻ നിങ്ങൾ അതിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ അടുത്തേക്ക് എത്തും, പക്ഷേ ശരിയായ ട്രാക്കിലേക്ക് കയറാൻ കഴിയാത്ത ആ ഒരവസ്ഥ വരുമെന്ന് പേടിച്ചിട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകാതെ കൂടുതൽ കൂടുതൽ പ്രതീക്ഷയോടുകൂടെ മുന്നേറാൻ വേണ്ടി ഇസ്തിഖാമത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരടിമക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ഈ മുമ്പ് കേട്ട ആ ആയത്തിലുള്ളത് പോലെ തന്നെ മരിക്കാൻ പോകുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന ആ അനുഭവമാണ്. ഈ ലോകത്തുനിന്ന് പോകുകയാണ്, ദീർഘമായ യാത്രയാണ്, കുടുംബം കൂട്ടുകാരൊക്കെ പിരിയാണ്, നിസ്സഹായനായിട്ട് ഏകനാണ്. കണ്ടോ, നമ്മളൊരു യാത്രക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടെ ആളുകളുണ്ടെങ്കിൽ, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഹനക്കാർ റെഡിയാണെങ്കിൽ, ആളും പാളൊക്കെ ഒപ്പുണ്ടെങ്കിൽ എന്നാൽ തന്നെ പേടികളും ബേജാറുകളും ഉണ്ടാകും ആളുകൾ. ഇതാരുമില്ല, ആരുമില്ലാതെയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ആരുമില്ല, അവൻ്റെ വേണ്ടപ്പെട്ടവരാരുമില്ല. യത്ബഉൽ മയ്യിത്ത സലാസുൻ എന്നാ റസൂൽ പറഞ്ഞു. ഒരു മയ്യിത്ത് ഒരാൾ മരിച്ചു പിരിഞ്ഞു പോകുമ്പോൾ 3 കൂട്ടം ആളുകൾ, 3 വിഭാഗം അവൻ്റെ കൂടെ പിന്തുടർന്നു പോകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു, അവൻ്റെ കുടുംബങ്ങൾ, കൂട്ടുകാരി, കുടുംബങ്ങൾ, ആളുകൾ അവൻ്റെ കൂടെ പോകും. അവൻ്റെ സമ്പത്ത്, വാഹനങ്ങളും അടിമകളും മറ്റുള്ള സാധനങ്ങളൊക്കെ മക്ബറയിലേക്ക് അവൻ്റെ കൂടെ പോകും. അതേപോലെ അവൻ ചെയ്യുന്ന അമലുകൾ, സാലിഹായ അമലാണെങ്കിലും താലിഹായ ദുഷിച്ച അമലുകളാണെങ്കിലും അതും അവൻ്റെ കൂടെ പോകും. എന്നിട്ട് ആളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ യർജിഉ സ്നാൻ, 2 മടങ്ങി ഇങ്ങോട്ട് തന്നെ പോരും. സ്നേഹമുള്ള മക്കള്, വേണ്ടപ്പെട്ട ആളുകള്, കൂട്ടുകാർ, ആരും അവിടെ ഖബറിൽ പാവട്ട ഒറ്റക്ക് അവിടെ കിടക്കണത് പറ്റൂല എന്ന് പറഞ്ഞു ഉണ്ടാവില്ല. അവൻ്റെ സമ്പത്തും കൂടെ പോയത് മുഴുവനും പോരും. അടിമകൾ പോയിക്കൊണെങ്കിൽ അവർ പോരും, അവൻ്റെ വാഹനം എന്തെങ്കിലും കൊണ്ടുപോയിക്കൊണെങ്കിൽ അത് പോരും, അവൻ്റെ കാശും പണം ഒക്കെ തിരിച്ചു പോരും. വയബ്ഖാ വാഹിദുൻ, അവൻ ചെയ്ത അമല് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ അമൽ ഖബറിൽ അവൻ്റെ കൂടെ ബാക്കിയാകും ചെയ്യും. അത് മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. അപ്പം ഇതാണ്. അപ്പം ഈ പറയുന്ന ഇത്ര ഗൗരവമുള്ള ഈ വിഷയത്തിൽ ആ മരണത്തിലേക്ക് മുന്നിട്ട് പോകുന്ന ആ വ്യക്തിക്ക് സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നു സമാധാനിപ്പിക്കുക. അത് നൽകുക, അത് ലഭിക്കുക എന്ന് പറഞ്ഞ് നിസ്സാരൊരു കാര്യമല്ല അതൊന്നും, നിസ്സാരമായൊരു കാര്യമില്ല അതൊന്നും. അത് വളരെ ബഹുമാന ആദരവുള്ള ഒരു വിഷയം തന്നെയാണ്. അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് താനും. ഈ പറയുന്ന ഇസ്തിഖാമത്തിൽ ഈ ലോകത്ത് ജീവിച്ച അടിമകൾക്ക് ഈ ലോകത്തു നിന്ന് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഭവമാണത്, ഒരു അനുഗ്രഹമാണത്. അതേപോലെ അത്തുമഅനീനത്തു വസ്സക്കീന, മനസ്സമാധാനം കിട്ടും അവർക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്തും മരിക്കാൻ പോകുന്ന സമയത്തും ഖബറിലും പരലോകത്തൊക്കെ അത് ലഭിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു എന്നവരോട് പറയപ്പെടുന്നു. വരാൻ പോകുന്ന മുന്നിലുള്ള ജീവിതത്തിൽ പേടിയും പേടിക്കണ്ട, ദുന്യാവിലെ കാര്യത്തിൽ നിങ്ങൾ വ്യസനിക്കാൻ പോവണ്ട. അത് മരിക്കാൻ പോകുന്ന സമയത്തുള്ള അനുഭവങ്ങളാണ്. ഈ ലോകത്തും അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ജീവിച്ച് ശരിയായ വിശ്വാസവും ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാലഹും വഹുസ്നു മആബ്, തൂബാലഹും, എല്ലാവിധ സന്തോഷങ്ങളും സംതൃപ്തിയും ഈ ലോകത്തും പരലോകത്തും. തൂബ എന്ന് പറയുന്ന സ്വർഗത്തിലുള്ള ഒരു പദവിയാണ്, സ്ഥാനമാണ്, വലിയ വൃക്ഷമാണ്. പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഈ ലോകത്തും പരലോകത്തും അത് ലഭിക്കും, മനസ്സിന് സമാധാനം. അതേപോലെ സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത ഈ ആയത്തിൽ പറഞ്ഞു, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, ജീവിതത്തിൽ വിശാലത ലഭിക്കും എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് മുന്നേറി ശരിയായ മാർഗത്തിൽ ഒരാൾ ജീവിച്ച് മുന്നേറുമ്പോൾ അവൻ്റെ ദുന്യവിയായ വിഭവങ്ങളിലുള്ള വിശാലത ലഭിക്കും എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, അല്ലവിസ്തഖാമു അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ, അവർ ശരിയായ മാർഗത്തിൽ, ചൊവ്വായ മാർഗത്തിൽ കൂടെ മുന്നേറിയാൽ അവർക്ക് സുഭിക്ഷമായ
വെള്ളം അവരെ നാം കുടിപ്പിക്കും. മാഉൻ ഗദഖ് എന്ന വിശാലമായ നല്ല അവർക്ക് ഉപയോഗത്തിന് പറ്റുന്ന നിലക്കുള്ള ഏറ്റവും പവിത്രമായ വിശാലമായ വെള്ളം. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവൊക്കെ ആ പറയുന്ന മാ എന്ന് പറയുന്നതിന് തഫ്സീർ വിശദീകരണം പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെ കുറിച്ചാണ് എന്നൊക്കെ തഫ്സീറുകളിൽ വന്നതുമുണ്ട്. വെള്ളം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഭൗതികമായ വിഭവങ്ങൾ കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും നമ്മുടെ കാലികൾക്ക് കൊടുക്കാനും ഏറ്റവും വലിയ നിഅമത്ത്, അതുകൊണ്ട് മറ്റുള്ള നിഅമത്തുകൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കും. ഇങ്ങനെ ധാരാളം നേട്ടങ്ങൾ ഇസ്തിഖാമത്ത് കൊണ്ട് ലഭിക്കും. ഒരാൾക്ക് മുസ്തഖീമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ദുആ ചെയ്യേണ്ടല്ലോ. ഒരാൾക്ക് മുസ്തഖീമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് അവൻ നേടിയെടുക്കേണ്ടത് ശർഈയായ ഇൽമാണ്. ദീനിന്റെ, ഖുർആനിന്റെ, സുന്നത്തിന്റെ അതിനെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അറിവ് ഒരാൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ എത്രയാണ് നേടേണ്ടത് എന്നാ ഇത് കയ്യ? അറിവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സമുദ്രമല്ലേ, വിശാലമായതല്ലേ. അതിനുള്ള മറുപടി ഒരാൾക്ക് അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ ശരിയാകുന്ന, അവനോട് നിർബന്ധമായ ഇബാദത്തുകൾ ശരിയാകുന്ന, അവൻ്റെ ഇടപാടുകൾ, കച്ചവടമോ വിവാഹമോ മറ്റുള്ള ആളുകളുമായുള്ള ഇടപാടുകൾ അത് ശരിയാകുന്ന ഇൽമ് നേടിയെടുത്താൽ തന്നെ അവൻ മുസ്തഖീമായി മുന്നേറാൻ കഴിയും. പിന്നെ അതല്ലാത്ത മറ്റുള്ള ഒരുപാട് വിശാലമായ ഇൽമുണ്ട്, അതൊരു സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ നേടിയെടുത്തു ഉലമാക്കൾ ഉണ്ടാകുക എന്നുള്ളത് ശ്രേഷ്ഠതയാണ്. അതെല്ലാവർക്കും ഒരു പക്ഷേ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷെ നിർബന്ധമായ ഒരാളെ വിശ്വാസം ശരിയാണ്, അള്ളാഹുമായിട്ടുള്ള വിശ്വാസം, പരലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ഒരാൾ നിർവഹിക്കുന്ന നിസ്കാരത്തിനെക്കുറിച്ച്, അവൻ്റെ സക്കാത്ത് നോമ്പിനെക്കുറിച്ച്, വിവാഹ ജീവിതത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളുമാണെങ്കിൽ, മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് സഹവസിക്കുമുണ്ടാകുന്ന ആ ബന്ധങ്ങൾ, ഇടപാടുകൾ, ആ കാര്യങ്ങൾ ശരിയായി കുറ്റമറ്റതായിട്ട് പോകാൻ പറ്റുന്ന അറിവ് നേടിയെടുക്കൽ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ വാജിബാണ്. മുസ്ലിമായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. അതല്ലാതെ സഹീഹുൽ ബുഖാരി മുഴുവൻ കാണാൻ പഠിക്കുക, ഖുർആന്റെ തഫ്സീർ മുഴുവനും അത് ഒരാൾ പഠിച്ചുണ്ടാക്കുക, അതല്ലെങ്കിൽ ഹദീസിന്റെ കിതാബുകൾ മുഴുവനും പഠിക്കുക എന്ന് പറയുന്ന നിർബന്ധം ഓരോ വ്യക്തികൾക്കുമില്ല. അത് ശ്രേഷ്ഠതയുള്ളതാണ്. ഒരു സമൂഹത്തിൽ അങ്ങനെ പഠിച്ച ആളുകൾ അത്യാവശ്യം ഉണ്ടാവേണ്ടതാണ്. അതിന് മറ്റുള്ള ആളുകൾ സഹായിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അതൊക്കെ വേറെ മസലയാണ്. ഒരു മനുഷ്യന് അവൻ്റെ വിശ്വാസം, അവൻ നിർവഹിക്കുന്ന ഇബാദത്ത്, അവൻ്റെ ഇടപാടുകൾ, ഏതൊക്കെ ഇടപാടുകൾ എന്നുണ്ടെങ്കിൽ അത് ശരിയായി കുറ്റമറ്റതായിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കൽ യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. അതിൽ വീഴ്ച ഒരാൾ വരുത്തിയാൽ അവർ കുറ്റക്കാരാണ്. അത് വീഴ്ച വരുത്തുന്നത് കാരണം അവർക്ക് യഥാർത്ഥ ഒരു മുസ്തഖീമായി ജീവിച്ച് മുന്നേറാൻ പ്രയാസമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഒരു ചടങ്ങായിട്ട് ആളുകൾ അങ്ങനെ പറയല്ലാതെ അള്ളാഹു അതിലേക്ക് ചേർക്കണമെങ്കിൽ അതിന് പറഞ്ഞ വഴികൾ നമ്മൾ സ്വീകരിക്കാനും തയ്യാറാവണം. അതിന് നമുക്ക് നൽകിയ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഏറ്റവും ആദ്യം വേണ്ടത് ശർഈയായ ഇൽമ് പഠിക്കുക എന്നുള്ളത്. അത് പഠിക്കുക, അതിന് സമയം കണ്ടെത്തുക. നമ്മുടെ സമയങ്ങൾ, ദിവസങ്ങളിൽ ഭൗതികമായ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി അത് ചെയ്യുന്നതിനോട് കൂടെ എന്നാലും ഒരുപാട് സമയം നമുക്കുണ്ട്. ആ ഉള്ള സമയം ഉപയോഗപ്പെടുത്തണം. അത് സ്ത്രീകൾ അതിന് തയ്യാറാവണം, പുരുഷന്മാർ തയ്യാറാണ്. എന്നാലേ മുസ്തഖീമങ്ങളായി ജീവിക്കാൻ കഴിയുള്ളൂ. നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്ന ചോദ്യം അത് അള്ളാഹു നമുക്ക് ലഭിച്ച് അത് നൽകി അതിലേക്ക് ചേർക്കണമെങ്കിൽ അതിനുള്ള പണി നമ്മുടെ ഭാഗത്തിൽ നിന്ന് എടുക്കണം. നമ്മളതിന് തയ്യാറാവണം. ഈ ഹദീസ് വളരെ മഹത്തായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് ഇത് പറഞ്ഞു കൊടുത്തു. ആ കൊടുത്ത ഉപദേശം, ആ പറയുന്ന പ്രവാചകന്റെ മാർഗനിർദ്ദേശം നാം അത് മുഖവിലക്കെടുക്കണം. ആമന്തു ബില്ലാഹി സുമ്മസ്തഖിം, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ അമലുകൾ നമ്മൾ നിർവഹിക്കണം. ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, അതേപോലെ തന്നെ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്ന സദസ്സിൽ പങ്കെടുക്കുക. ഈ പറയുന്നതൊക്കെ ഒരാൾ നിർവഹിക്കുമ്പോൾ അവന് അതിനുള്ള പ്രേരണയും താല്പര്യങ്ങളും അതിനുള്ള സഹായങ്ങളും ലഭിച്ച് മുന്നേറാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള സാഹചര്യങ്ങൾ പലതും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്തിഖാമത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ നല്ല നിലക്കൊരാൾക്ക് മുന്നേറ്റ് പോകാൻ കഴിയാതെ
ഇരിക്കുന്ന കാര്യങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾ കൂടുതൽ കെട്ടിമറിയാന്നുള്ളത്. ദുന്യാവിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി കൂടുതൽ അതിൽ നമ്മുടെ സമയം പാഴാക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് മുസ്തഖീമായി ജീവിക്കാൻ തടസ്സമാകും. അതേപോലെ തന്നെ ചീത്ത ബന്ധങ്ങൾ, കാര്യങ്ങൾ, അത് കുടുംബത്തിലുണ്ട്, കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ടാകും, സഹപാഠികളിലും സഹപ്രവർത്തകരിലുണ്ടാകും. സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹം ഒരാളെ മുസ്തഖീമായി നേരായ ചൊവ്വായി പോകാൻ പര്യാപ്തമാകുന്ന സമൂഹം ഒരിക്കലും അല്ല. അതേപോലെ തന്നെ ഒരു വീടാണെങ്കിൽ പല വീടുകളും അവിടെ ഒരാൾ കുറച്ചെങ്കിലൊക്കെ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകാൻ അവന് പ്രേരിപ്പിക്കുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണോ പല വീടുകളിലും? പലപ്പോഴും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുവാക്കളൊക്കെ പലരും നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മിഞ്ഞാന്നൊരു സഹോദരൻ എന്നോട് ചോദിച്ചു, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ പെരയ്ക്ക് ഇഞ്ചി കയറി വരരുത് എന്ന് വാപ്പ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്. ജമാഅത്ത് നിസ്കാരം മുസ്ലിമാണ്. ജമാഅത്ത് നിസ്കാരത്തിന് ഇനി വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ, പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ പെരയ്ക്ക് ഇഞ്ഞി കയറി വരരുതേ. ഭൗതികമായിട്ട് കുറച്ച് കട്ടികരിയും കാര്യമൊക്കെ പഠിച്ച ഒരാളാണ്. പ്രവാസിയായിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വിസിംഗ് കാര്യം അന്വേഷിക്കുന്ന സഹോദരനാണ്. താടിങ്ങനെ നീട്ടിക്കാണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് കേട്ടോ, താടിങ്ങനെ നീട്ടിക്കാണ്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. സ്വന്തം പിതാവ് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഓരോ യുവാക്കൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ ഞാൻ അവരോട് പറഞ്ഞത്, പള്ളിയിലേക്ക് പോകാന്നുള്ളത് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വീട്ടിലേക്ക് വരരുതേ എന്ന് പറഞ്ഞുവെന്നുണ്ടെങ്കിൽ നീ പറ്റുന്നുണ്ടെങ്കിൽ റെന്റിന് റൂം എവിടെയെങ്കിലും എടുത്ത് അവിടെ പോയിക്കോ, മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറിക്കോ, അവരുടെയും നിന്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തോ, അള്ളാഹു സുബ്ഹാനഹു പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം ഇതേപോലെ കുടുംബങ്ങളിൽ കൂട്ടുകാരി എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ചില ആളുകൾക്ക് അതില്ലാതെ കഴിയൂല എന്ന് പറഞ്ഞിട്ട് നല്ലതിലേക്ക് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരാ പലപ്പോഴും ഉള്ളത്. നാശത്തിലേക്കും തകർച്ചയിലേക്കും ദുരിതത്തിലേക്കും ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ള സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ വളരെ കരുതലൊരു മനുഷ്യന് വേണം. അവന് മുസ്തഖീമായി അള്ളാഹുവിൻ്റെ ശരിയായ മൻഹജിലും മാർഗത്തിലും വഴിയും സഞ്ചരിക്കാൻ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അതിന് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഖുർആൻ പാരായണം, പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ കൂടുതൽ മുന്നിടുക. അതേപോലെ ഇൽമിൻ്റെ നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിർബന്ധമായിട്ട് ദുആ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ പറയുന്ന ദുആകളിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നിസ്കാരത്തിൽ, അല്ലാത്ത സമയത്ത് റമളാനിൻ്റെ രാവുകൾ, അതേപോലെ പകലുകൾ, നോമ്പുകാരനായ അവസ്ഥകൾ ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളതാണ് താനും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് ശരിയായ നിലക്ക് പഠിച്ച് അതിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ വീഴ്ചകൾ, കുറവുകൾ അള്ളാഹു പരിഹരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് അവനോട് ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നേറാനും ഈ മഹത്തായ രാപ്പകലുകൾ അള്ളാഹു നമ്മളിൽ ലക്ഷ്യമാക്കിയതുപോലെ ആ തഖ്വയിൽ മുന്നേറി ഇസ്തിഖാമത്തിലായി ഈ ലോകത്ത് ജീവിച്ച് ആ ഇസ്തിഖാമത്തിലായി മരിക്കുന്ന സമയത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ആദരവുകൾ, ബഹുമാനങ്ങൾ നേടിയെടുക്കാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. أقول هذا وأستغفر الله العظيم الجليل لي ولكم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.